ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ ആദ്യഘട്ട തദ്ദേശ സ്വയംഭരണ പൊതുതിരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ പരസ്യപ്രചാരണത്തിന് കലാശക്കൊട്ടോടെ ഇന്ന് വൈകിട്ട് 6-ന് സമാപനമായി. തിരഞ്ഞെടുപ്പ് ദിനത്തിന് ഇനി ഒരു നാൾ മാത്രം ശേഷിക്കെ വലിയ ആവേശത്തിലും പ്രതീക്ഷയിലുമാണ് 3 പ്രധാന മുന്നണികളും സ്ഥാനാർത്ഥികളും. 48 മണിക്കൂറിന് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്ന ഓരോ വോട്ടറും സ്വതന്ത്രവും നീതിയുക്തവുമായി വോട്ട് ചെയ്യുന്നതിനായുള്ള നിശബ്ദ പ്രചാരണമാണ് നാളെ ജില്ലയിൽ നടക്കുക. 9-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ പൊതുതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാണെന്ന് പത്തനംതിട്ട ജില്ലാ തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു. 12 സ്ട്രോങ് റൂമുകളിലായി സൂക്ഷിച്ചിട്ടുള്ള വോട്ടിംഗ് മെഷീനുകളുടെയും തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെയും വിതരണം നാളെ രാവിലെ 8-ന് ജില്ലയിലെ 12 വിതരണ കേന്ദ്രങ്ങളിലായി നടക്കും. ജില്ലയിലെ 53 ഗ്രാമപഞ്ചായത്തുകളിലായി 833 നിയോജക മണ്ഡലങ്ങളിലും 8 ബ്ലോക്ക് പഞ്ചായത്തിലായി 114 നിയോജക മണ്ഡലങ്ങളിലും 4 നഗരസഭകളിലായി 135 നിയോജക മണ്ഡലങ്ങളിലും ജില്ലാ പഞ്ചായത്തിൽ 17 നിയോജക മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ജില്ലയിൽ ആകെ 1099 നിയോജക മണ്ഡലങ്ങളിലായി 1640 പുരുഷന്മാരും 1909 വനിതകളും ഉൾപ്പെടെ 3549 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ജില്ലയിലാകെ 4,90,838 പുരുഷന്മാരും 5,71,974 വനിതകളും 3 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ 10,62,815 വോട്ടർമാരാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പിന് 1225 പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിനായി ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തീകരിച്ച 2110 കൺട്രോൾ യൂണിറ്റും 6250 ബാലറ്റ് യൂണിറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനായി 1590 കൺട്രോൾ യൂണിറ്റും 4370 ബാലറ്റ് യൂണിറ്റും ബ്ലോക്ക് മുനിസിപ്പൽ വരണാധികാരികൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 1775ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിക്കായുള്ളത്. പോളിംഗ് ഡ്യൂട്ടിയിലേക്ക് 1474 പ്രിസൈഡിംഗ് ഓഫീസർമാർ, 1474 ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 2948 പോളിംഗ് ഉദ്യോഗസ്ഥരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെയും മറ്റന്നാളും അവധിയായിരിക്കും. 9 വരെ മദ്യനിരോധനവും ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി 10 ലക്ഷത്തോളം വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യാനായെന്നും 50,000 ഫോമുകൾ മാത്രമാണ് ഇനി പൂരിപ്പിച്ച് തിരികെ ലഭിക്കാനുള്ളതെന്നും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു. ഇവയുടെ ശേഖരണം നടക്കുകയാണ്. 93% ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ പ്രക്രിയകളും ജില്ലയിൽ നടന്നുകഴിഞ്ഞു. എന്യൂമറേഷൻ ഫോം വിതരണം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 18 വരെ നീട്ടിയിട്ടുണ്ട്. മണ്ഡല മകരവിളക്ക് കാലത്തിനായി ശബരിമല നട തുറന്ന് 22 ദിനങ്ങൾ പിന്നിടുമ്പോൾ 20 ലക്ഷത്തോളം ഭക്തരാണ് ദർശനം നടത്തിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭക്തരുടെ എണ്ണത്തിൽ മാത്രമല്ല വരുമാനത്തിലും വർധനവുണ്ട്. അതേസമയം ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പന്തളം തിരുവാഭരണ പേടക വാഹക സംഘം ഗുരുസ്വാമി നവതി ആഘോഷിക്കാനൊരുങ്ങുന്ന കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയ്ക്ക് അമൂല്യമായ സേവനത്തിന് ആദരവർപ്പിച്ച് പന്തളം കൊട്ടാര നിർവാഹക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിരമിക്കൽ ചടങ്ങ് നൽകി. ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണങ്ങൾ വഹിക്കുന്ന തിരുവാഭരണ വാഹക സംഘത്തിലെ 70 വർഷത്തോളമായ അംഗവും 20 വർഷത്തോളമായി സംഘത്തിലെ ഗുരുസ്വാമിയും ആയിരുന്നു അദ്ദേഹം. വലിയ കോയിക്കൽ ക്ഷേത്രസന്നിധിയിൽ നടന്ന ചടങ്ങിൽ പന്തളം കൊട്ടാര നിർവാഹക സംഘം പ്രസിഡന്റ് എൻ ശങ്കർ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. 18 വയസ്സിൽ തന്റെ അച്ഛനൊപ്പം തിരുവാഭരണ പേടക വാഹകനായ അദ്ദേഹം തന്റെ നീണ്ട അനുഭവങ്ങളും ചടങ്ങിൽ പങ്കുവച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.